ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ മാസം പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 16-ാം ദിവസം. ദൈവാനുഗ്രഹങ്ങളെ ദാനം ചെയ്യുന്നത് റുഹാദ ഖുദാസ ആകുന്നു എന്നതിനെ ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി ഞാൻ എങ്ങനെ നന്ദി പറയണ്ടു? ദൈവദാനങ്ങളെ ദൈവ ഇഷ്ടം പോലെയോ നിന്റെ ഇഷ്ടം പോലെയോ നീ കൈകാര്യം ചെയ്യുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നിൽ വിഫലമായില്ല എന്ന വിശുദ്ധ പൗലോസിനെ പോലെ നിനക്കും ധൈര്യമായി പറയാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. സർവനാമങ്ങളുടെയും ഉടയക്കാരനും അവയെ ഇഷ്ടം പോലെ ദാനം ചെയ്യുന്നതിനുമായ റുഹാദ ഖുദാസ തമ്പുരാനെ, ആത്മശരീര സംബന്ധമായ എന്നിലുള്ളതെല്ലാം നിന്റേതാകുന്നു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. യാതൊരു വിധത്തിലും എനിക്ക് അവകാശമില്ലാഞ്ഞിട്ടും അവയെ എനിക്ക് നീ തന്നെ തന്നു എന്ന് തന്നെയല്ല, മറ്റുള്ളവർക്ക് എന്നതിനേക്കാൾ കൂടുതലായി നിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് നീ നൽകി. അനുഗ്രഹമുള്ള ദാതാവേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. മറ്റുള്ളവർക്ക് അവയെ കൊടുത്തിരുന്നുവെങ്കിൽ അവർ കൂടുതൽ കൃതജ്ഞതയോടെ അവയെ ഉപേക്ഷിക്കുമായിരുന്നു. ഞാനോ എന്നാൽ നിന്റെ ദിവ്യദാനങ്ങളെ വ്യർത്ഥമാക്കി. ഞാൻ അല്പം കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ സ്നേഹത്തിലും പുണ്യയോഗ്യതയിലും എന്തുമാത്രം എനിക്ക് വർദ്ധിക്കാമായിരുന്നു. എത്രയോ മോക്ഷ കിരീടങ്ങളെ വിചാരമില്ലാതെ ഞാൻ നഷ്ടമാക്കി. മാത്രമല്ല, നിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ ദുഷ്പ്രയോഗിക്കുക പോലും ചെയ്തു. പാപത്തിന് ദൈവദ്രോഹത്തിനുമായി എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഞാൻ വിനിയോഗിച്ചു. എൻ്റെ അറിവും ശക്തിയും അഴകും ഐശ്വര്യവും പാപത്തിനും പരദ്രോഹത്തിനുമായി ഞാൻ ചെലവഴിച്ചു. ദീർഘക്ഷമയുടെ അരൂപിയായ റൂഹായെ, നീ എന്നോട് കോപിക്കരുതേ, എന്നിൽ നിന്ന് നീ പിൻവാങ്ങരുതേ. അടിയെ മനസ്താപപ്പെടുകയും മേലാൽ സൂക്ഷ്മയുള്ളവനായി ജീവിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. നിന്റെ വിശേഷ സഹായത്താൽ നിന്റെ വിശ്വസ്തദാസനായി മേലാലെങ്കിലും ജീവിച്ചുകൊണ്ട് നല്ല ശുശ്രൂഷകൾക്ക് നീ കൊടുക്കുന്ന നിത്യസമ്മാനത്തിൻ്റെ മണവറയിൽ പ്രവേശിക്കുവാൻ അടിയനെയും യോഗ്യനാക്കണമേ എന്ന് എത്രയോ എളിമയോടുകൂടി അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ: എൻ്റെ ഉടയക്കാരനായ ദൈവത്തിൻ്റെ സ്തുതിക്കും സ്നേഹത്തിനും യോജിച്ച വിധത്തിലല്ലാതെ മേലാൽ എൻ്റെ വശങ്ങളെ ഞാൻ വിനിയോഗിക്കുകയില്ല. പാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.